കണിക്കൊന്നയുടെ പൊൻചിരിയും നിലവിളക്കിന്റെ വിശുദ്ധിയും ചൈതന്യവും നിറഞ്ഞാടുന്ന ഒരു വിഷുക്കാലം കൂടി സമാഗതമാവുകയാണ്. മലയാളിക്ക് വിഷു എന്നത് വെറുമൊരു ആഘോഷമല്ല, അത് പ്രതീക്ഷകളുടെയും അതിജീവനത്തിന്റെയും പുതിയ തുടക്കത്തിന്റെയും പ്രതീകമാണ്. കാലചക്രത്തിന്റെ ഭ്രമണപഥത്തിൽ 2026 ഏപ്രിൽ മാസം പിറക്കുന്ന ഈ വിഷുപ്പുലരിയുടെ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകിച്ചും ആകാശവീതിയിലെ പര്യവേഷകരായ മകയിരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷത്തെ വിഷു ഒരു സുവർണ അധ്യായത്തിന്റെ തുടക്കമാണ് കുറിക്കുന്നത്. മകയിരം അഥവാ മൃഗശീർഷം നക്ഷത്രമണ്ഡലത്തിലെ ഏറ്റവും സൗമ്യവും എന്നാൽ ലക്ഷ്യബോധമുള്ളതുമായ നക്ഷത്രം. ചന്ദ്രന്റെ ശീതളിമയും ചൊവ്വയുടെ കർമ്മവീര്യവും ഒത്തുചേരുന്ന മകയിരം നക്ഷത്രക്കാർ എന്നും അറിവിനായുള്ള തിരച്ചിലിലായിരിക്കും. മൃഗത്തിന്റെ തല എന്ന അർത്ഥം വരുന്ന ഈ നക്ഷത്രം എപ്പോഴും എന്തോ ഒന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രകൃതക്കാരാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിങ്ങളുടെ ജീവിതം ഒരു വലിയ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അധ്വാനത്തിന് അർഹമായ ബലം ലഭിക്കാതെ പോവുക, മാനസികമായ ഒറ്റപ്പെടൽ, സാമ്പത്തികമായ അനിശ്ചിതത്വം എന്നിവ നിങ്ങളെ അലട്ടിയിട്ടുണ്ടാകാം. എന്നാൽ 2026 ഈ വിഷുപ്പുലരി നിങ്ങളോട് പറയുന്നത് മറ്റൊന്നാണ്. നിങ്ങളുടെ കാത്തിരിപ്പിന് അറുതിയാകുന്നു. വിഷുക്കണി കാണുവാൻ കണ്ണു തുറക്കുമ്പോൾ ആ ദീപപ്രഭയിൽ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ വരാനിരിക്കുന്ന ശോഭനമായ ഭാവി കൂടിയാണ്. 2026 വിഷു മകയിരം നക്ഷത്രക്കാർക്ക് മാറ്റത്തിന്റെ കാലഘട്ടം കൂടിയാണ്. ഗ്രഹനിലകളുടെ സങ്കീർണതകളിലേക്ക് കടക്കാതെ തന്നെ പറയാം, ഈ വർഷം പ്രപഞ്ചം നിങ്ങൾക്ക് അനുകൂലമായ ഊർജ്ജമാണ് കാത്തുവച്ചിരിക്കുന്നത്. തൊഴിലില്ലാതെ വിഷമിക്കുന്നവർക്കും കടബാധ്യതകളിൽ വലയുന്നവർക്കും കുടുംബത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നവർക്കും ഈ വിഷു വലിയൊരു ആശ്വാസമായി മാറും. മകയിരം നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ അന്തർലീനമായ ആത്മവിശ്വാസം ഈ വർഷം ഉണർന്നു പ്രവർത്തിക്കും. നിരാശയുടെ കാർമേഘങ്ങൾ ഒഴിഞ്ഞുമാറി വിജയത്തിന്റെ സൂര്യരശ്മികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പതിക്കാൻ തുടങ്ങുന്ന കാലമാണിത്. പഴയ കാലത്തെ പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പുതിയ ആവേശത്തോടെ മുന്നേറാൻ ഈ വിഷു നിങ്ങളെ പ്രാപ്തരാക്കും. നക്ഷത്രദേവനായ ചന്ദ്രന്റെ അനുഗ്രഹം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുമ്പോൾ ചൊവ്വയുടെ ഊർജം നിങ്ങളെ കർമ്മരംഗത്ത് കരുത്തരാക്കും. സാമ്പത്തികമായ അടിത്തറ ഭദ്രമാക്കുന്നതിനും തകർന്നുപോയ ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്നതിനും ആത്മീയ ഔന്നത്യം കൈവരിക്കുന്നതിനും ഈ 2026 വിഷുക്കാലം നിങ്ങൾക്ക് തുണയാകും. ഈ വർഷത്തെ വിഷുക്കൈനീട്ടം കേവലം നാണയത്തുട്ടുകളല്ല, മറിച്ച് ഭാഗ്യത്തിന്റെയും സമൃദ്ധിയുടെയും വലിയൊരു വാഗ്ദാനമാണ്. മാറ്റങ്ങൾക്കായി കൊതിക്കുന്ന നിങ്ങളുടെ മനസ്സിന് പ്രകൃതി നൽകുന്ന സമ്മാനമായി ഈ വർഷത്തെ കാണാം. വിഷുക്കണി കാണുന്ന ആ പുണ്യ നിമിഷം മുതൽ നിങ്ങളുടെ ചിന്തകളിലും പ്രവൃത്തികളിലും ഒരു പോസിറ്റീവ് മാറ്റം വരാൻ പോകുന്നു. തടസ്സങ്ങൾ ഓരോന്നായി നീങ്ങുന്നതും ഭാഗ്യം പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്നതും ഈ വർഷം നിങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും. മകയിരം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ മടുപ്പ് മാറി മധുരം നിറയുന്ന ഒരു വർഷത്തിലേക്കുള്ള യാത്രയാണിത്. ഇനി നമുക്ക് മകയിരം നക്ഷത്രക്കാരുടെ 2026 വിഷുഫലങ്ങളിലേക്ക് വിശദമായി കടക്കാം. സാമ്പത്തികം, തൊഴിൽ, ദാമ്പത്യം, കുടുംബം, ആത്മീയത എന്നിങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഏടുകളും ഈ വർഷം എങ്ങനെയായിരിക്കും മാറാൻ പോകുന്നതെന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാം. 2026 വിഷു മുതൽ മകയിരം നക്ഷത്രക്കാരുടെ സാമ്പത്തിക നിലയിൽ കാര്യമായ പുരോഗതി ദൃശ്യമാകും. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ അനാവശ്യ ചെലവുകൾക്ക് ഈ വർഷം തടയിടാൻ നിങ്ങൾക്ക് സാധിക്കും. വർഷത്തിന്റെ ആദ്യ പകുതിയിൽ പണം വരാനുള്ള വഴികൾ തെളിയും. മുടങ്ങിക്കിടന്ന കുടിശ്ശികകൾ തിരികെ ലഭിക്കാനും പൂർവിക സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനം ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കുമ്പോൾ നിയന്ത്രണം ആവശ്യമാണ്. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കായി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരും. ഓഹരി വിപണിയിലോ വസ്തുവകകളിലോ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ്. എന്നാൽ മറ്റൊരാളുടെ വാക്കുകേട്ട് എടുത്തുചാടി നിക്ഷേപം നടത്തരുത്. സ്വർണത്തിലോ ഭൂമിയിലോ ഉള്ള നിക്ഷേപം ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. ദീർഘകാലമായുള്ള കടങ്ങൾ വീട്ടാൻ സാധിക്കുന്ന ഒരു സാഹചര്യം 2026 വിഷുവിന് ശേഷം സംജാതമാകും. പുതിയ വായ്പകൾ എടുക്കുന്നതിന് മുൻപ് കൃത്യമായ പ്ലാനിംഗ് നടത്തുന്നത് നന്നായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ പങ്കാളിയുടെ ഉപദേശം സ്വീകരിക്കുന്നത് ഗുണകരമാകും. തൊഴിൽ രംഗത്ത് മകയിരം നക്ഷത്രക്കാർക്ക് 2026 ഒരു ഭാഗ്യവർഷമായിരിക്കും. കഠിനാധ്വാനത്തിന് അർഹമായ ബലം ലഭിക്കുന്ന സമയമാണിത്. സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. ദൂരസ്ഥലങ്ങളിലേക്ക് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കും. സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണം പ്രതീക്ഷിക്കാം. എങ്കിലും ജോലിസ്ഥലത്തെ ചതിക്കുഴികളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ശാഖകൾ തുടങ്ങാനോ ബിസിനസ് വിപുലീകരിക്കാനോ സാധിക്കും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാപാരം നടത്തുന്നവർക്ക് ലാഭം ഇരട്ടിയാകും. പങ്കാളിത്ത ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം. പുതിയ കരാറുകളിൽ ഒപ്പിടുമ്പോൾ ശ്രദ്ധയോടെ വായിച്ചു മനസ്സിലാക്കുക. പുതുതായി ജോലി തേടുന്ന മകയിരം നക്ഷത്രക്കാർക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വിസ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങും. IT, അധ്യാപനം, കല, മാധ്യമം എന്നീ മേഖലകളിലുള്ളവർക്ക് ഈ വർഷം തിളങ്ങാൻ സാധിക്കും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും തേടിയെത്തും. നിങ്ങളുടെ സർഗാത്മകത പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന വേദികൾ ലഭിക്കും. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന വർഷമാണ് 2026. ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും
അവയെല്ലാം സംഭാഷണങ്ങളിലൂടെ പരിഹരിക്കാൻ സാധിക്കും. വിവാഹിതരായവർക്ക് പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾക്ക് സന്താനഭാഗ്യമുണ്ടാകാൻ സാധ്യതയുള്ള സമയമാണിത്. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ്. വിവാഹപ്രായമെത്തിയ മകയിരം നക്ഷത്രക്കാരുടെ വിവാഹം ഈ വർഷം നടക്കാൻ വലിയ സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹത്തിലേക്ക് കടക്കാൻ സാധിക്കും. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഈ വിഷുക്കാലം സഹായിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. സഹോദരങ്ങളുമായുള്ള തർക്കങ്ങൾ അവസാനിക്കുകയും കുടുംബത്തിൽ ഒത്തൊരുമ ഉണ്ടാവുകയും ചെയ്യും. പിതൃസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടും. കുടുംബത്തോടൊപ്പം തീർത്ഥയാത്രകളോ വിനോദയാത്രകളോ പോകാൻ അവസരം ലഭിക്കും. മകയിരം നക്ഷത്രക്കാർ സഹജമായി തന്നെ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണ്. 2026 വിഷുവിന് ശേഷം ഈ താല്പര്യം വർദ്ധിക്കും. മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പല ചിന്തകൾക്കും ആത്മീയതയിലൂടെ പരിഹാരം കണ്ടെത്തും. ധ്യാനം, യോഗ തുടങ്ങിയവ ശീലിക്കുന്നത് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഇഷ്ടദേവതാ പ്രീതിക്കായി നടത്തുന്ന വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും വേഗത്തിൽ ബലം ലഭിക്കും. ജന്മനക്ഷത്ര ദിവസം ക്ഷേത്ര ദർശനം നടത്തുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. മകയിരം നക്ഷത്രക്കാർ സാധാരണയായി ഭഗവതിയെയും ശിവനെയും ആരാധിക്കുന്നത് ഉത്തമമാണ്. ഈ വർഷം കുറഞ്ഞത് ഒരു ദീർഘദൂര തീർത്ഥാടനമെങ്കിലും നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് ഈ വർഷം കൂടുതലായി പ്രകടിപ്പിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് വഴി മനസ്സമാധാനം ലഭിക്കുകയും കുടുംബത്തിൽ ഐശ്വര്യം നിറയുകയും ചെയ്യും. ആരോഗ്യകാര്യത്തിൽ മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ മുൻപിൽ കാണുന്നില്ലെങ്കിലും ചില മുൻകരുതലുകൾ ആവശ്യമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഉദര രോഗങ്ങളോ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം വേണം. അമിതമായ ജോലിഭാരം കാരണം നടുവേദനയോ തോളുവേദനയോ അനുഭവപ്പെട്ടേക്കാം. കൃത്യമായ വ്യായാമം ശീലമാക്കുക. അനാവശ്യമായ ഉത്കണ്ഠ ഒഴിവാക്കുക. ഉറക്കക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ കൃത്യസമയത്ത് ഉറങ്ങാൻ ശ്രമിക്കുക. കുടുംബാംഗങ്ങളുമായി മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം മികച്ച ഫലങ്ങൾ നൽകുന്നതാണ്. മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ സാധിക്കും. ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവ് വർദ്ധിക്കും. ഗവേഷണ മേഖലയിലുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. വിദേശത്തോ ഇതര സംസ്ഥാനങ്ങളിലോ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷൻ ലഭിക്കാൻ അനുകൂലമായ സാഹചര്യമുണ്ട്. സ്കോളർഷിപ്പുകൾ ലഭിക്കാനും സാധ്യതയുണ്ട്. വായനയിലും മറ്റു വിജ്ഞാനപ്രദമായ കാര്യങ്ങളിലും കൂടുതൽ താല്പര്യം കാണിക്കും. സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഈ വർഷം ശ്രമിച്ചാൽ സാധിക്കും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമുണ്ട്. എന്നാൽ വാഹനം ഓടിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ജനപിന്തുണ വർദ്ധിക്കും. പുതിയ സുഹൃത്തുക്കളെ ലഭിക്കാനും അവരിൽ നിന്നും സഹായങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. പഴയ സുഹൃത്തുക്കളുമായി വീണ്ടും ഒന്നിക്കാൻ അവസരം ലഭിക്കും. ദീർഘദൂര യാത്രകൾ ഈ വർഷം ധാരാളമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവയിൽ പലതും തൊഴിൽ സംബന്ധമായോ തീർത്ഥാടനപരമോ ആയിരിക്കും. യാത്രകൾക്കിടയിൽ രേഖകളും വിലപിടിപ്പുള്ള വസ്തുക്കളും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. മകയിരം നക്ഷത്രക്കാർക്ക് ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള ദേഷ്യം ബന്ധങ്ങളെ ബാധിച്ചേക്കാം. 2026 സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സഹായിക്കും. ഏതു കാര്യത്തിലും എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കരുത്. വിശ്വസ്തരായ വ്യക്തികളുമായി ആലോചിച്ച് മാത്രം പ്രധാന തീരുമാനങ്ങൾ എടുക്കുക. എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഉടൻ നടന്നെന്ന് വരില്ല. ക്ഷമയോടെ കാത്തിരുന്നാൽ മികച്ച ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തും. ചിങ്ങം, കന്നി, വൃശ്ചികം, കുംഭം മാസങ്ങൾ മകയിരം നക്ഷത്രക്കാർക്ക് കൂടുതൽ ഗുണകരമായിരിക്കും. മാസാവസാനം ജന്മനക്ഷത്ര ദിവസം ക്ഷേത്ര ദർശനം നടത്തുക. പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നത് വലിയ പുണ്യമായിരിക്കും. വെള്ളിയാഴ്ചകളിൽ ദേവീക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് കുടുംബ ഐശ്വര്യത്തിന് നല്ലതാണ്. 2026 വിഷു മകയിരം നക്ഷത്രക്കാർക്ക് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സന്ദേശമാണ് നൽകുന്നത്. ജീവിതത്തിലെ വെല്ലുവിളികളെ ധീരമായി നേരിടാനുള്ള കരുത്ത് ഈ കാലഘട്ടം നിങ്ങൾക്ക് നൽകും. സാമ്പത്തികമായും തൊഴിൽപരമായും വലിയ പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്ന ഈ വർഷം കുടുംബ ബന്ധങ്ങൾക്കും ആത്മീയതയ്ക്കും തുല്യ പ്രാധാന്യം നൽകുക. മനസ്സിൽ ശുഭചിന്തകൾ വച്ചു പുലർത്തുക. മറ്റുള്ളവരോട് കരുണ കാണിക്കുക. കഠിനാധ്വാനം തുടരുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വിഷു പകരുന്നത് വലിയൊരളവ് ഭാഗ്യമായിരിക്കും. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു വിഷുക്കാലം ആശംസിക്കുന്നു.